നമ്മളുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പത്തിരിയില്ലേ, ഇഡിലും ടേസ്റ്റാന്നേ. അതിനായിട്ടുണ്ടല്ലോ 1 കപ്പ് അളവിൽ നമ്മളുടെ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. സെയിം കപ്പിന് തന്നെ നല്ല തിളച്ച വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഉണ്ടല്ലോ 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയെടുത്ത് നമ്മളുടെ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ. ഇനി ഇതുണ്ടല്ലോ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എത്രയാണോ ആവശ്യം അത്രയ്ക്കും ഇതൊന്ന് തിക്കായിട്ട് വരുന്നവരെ നമ്മൾ കുറേശ്ശെ ചേർത്ത് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുമ്പോഴല്ലോ കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കനത്തിൽ പരത്തി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡിയായി. അല്ല അടിപൊളി ടേസ്റ്റാണ്. വെറുതെ ചായക്കൊപ്പം കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്